പ്രിയമുള്ളവരെ, മനസ്സ് നന്നാവട്ടെ. മൈ ഭാരത് പോർട്ടലിനകത്ത് ഒരു NSS പ്രോഗ്രാം ഓഫീസറെ പാർട്ട്ണറായി എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കിയ പോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും രജിസ്റ്റർ ചെയ്ത രൂപത്തിലല്ല ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്കൊന്ന് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. മൈ ഭാരത് പോർട്ടലിനകത്ത് ഒരു യൂത്ത് രജിസ്ട്രേഷൻ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ഇവിടെ കാണുന്ന ആ രജിസ്റ്റർ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് പ്രോഗ്രാം ഓഫീസറും രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ കൊടുക്കുക. ഇവിടെ മെയിൽ ID കൊടുത്ത് ഗെറ്റ് OTP ക്ലിക്ക് ചെയ്തു. മെയിൽ ID യിൽ വന്ന് OTP കൊടുത്തുകൊണ്ട് വെരിഫൈ ചെയ്തു. ഇനി ഇവിടെയാണ് പ്രോഗ്രാം ഓഫീസറുടെ പേരും മറ്റ് പേഴ്സണൽ വിവരങ്ങളെല്ലാം കൊടുക്കേണ്ടത്. ഫസ്റ്റ് നെയിം കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, അതുപോലെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നൽകി. അതിനുശേഷം നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി റൂറലാണോ അർബൻ ആണോ എന്ന് സെലക്ട് ചെയ്യുക. പഞ്ചായത്ത് ആകുമ്പോൾ റൂറലാണ് വരാറുള്ളത്, മുനിസിപ്പാലിറ്റിയൊക്കെയാണ് അർബൻ. ഞാനിവിടെ റൂറൽ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ പഞ്ചായത്ത് സെലക്ട് ചെയ്യുക. ദെൻ വില്ലേജ് സെലക്ട് ചെയ്യുക. പിൻകോഡ് കൊടുക്കുക. പിൻകോഡ് കൊടുത്ത ശേഷം വിത്ത് ടൈപ്പ് NSS സെലക്ട് ചെയ്യുക. ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD ഏതാണോ നമ്മുടെ ക്വാളിഫിക്കേഷൻ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് കോളേജ് എടുത്തു, അല്ല യൂണിവേഴ്സിറ്റി ആണെങ്കിൽ യൂണിവേഴ്സിറ്റി എടുക്കാൻ ഇവിടെ കോളേജ് സെലക്ട് ചെയ്തു. അതിനുശേഷം കോളേജിൻ്റെ സ്റ്റേറ്റ് എടുത്തു, കേരള എടുത്തു. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. കോളേജിൻ്റെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ കോളേജിൻ്റെ നെയിം ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. താഴെ ഏതെങ്കിലും രീതിയിലുള്ള സ്പോർട്സ് ടാലൻറ്റുകൾ ഇവൻറ്റുകൾ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ ഐ കൺസെൻറ്റ് ദ ടേംസ് ഓഫ് യൂസ് ടിക്ക് ഇട്ടുകൊണ്ട് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഭാരത് പ്രൊഫൈൽ സെറ്റായി. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫേസിൽ കിട്ടുന്നത് യൂത്തിൻ്റെ ഒക്കെ പോലെ തന്നെയുള്ള ഒരു പ്രൊഫൈലാണ്. അതായത് യൂത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സും അവിടെ അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലത്തുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ നമ്മൾ ആ പേരിനകത്ത് വന്ന് ക്ലിക്ക് ചെയ്ത് മൈ ഭാരത് പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴേക്ക് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈ ഭാരത് ഓർഗനൈസേഷൻസ് എന്നുള്ള ഒരു പേജ് ഉണ്ട്. അതിൽ ജോയിൻ്റ് ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെയാണ് പ്രോഗ്രാം ഓഫീസറുടെ കാര്യങ്ങൾ കൊടുക്കേണ്ടത്. ഇവിടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വന്നിട്ട് NSS മിനിസ്ട്രിയുടെ കീഴിലായതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കൊടുക്കുക. സബ് കാറ്റഗറി ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക. ഓർഗനൈസേഷൻ നെയിം എന്നുള്ളിടത്ത് നാഷണൽ സർവീസ് സ്കീം എന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ഡെസിഗ്നേഷൻ ഉണ്ട്. ഡെസിഗ്നേഷനകത്ത് NSS പ്രോഗ്രാം ഓഫീസർ കോളേജ് സെലക്ട് ചെയ്യുക. ഇനി സെൻട്രൽ റീജിയണൽ ഡയറക്ടറേറ്റിൽ സെൻട്രൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. കേരള സെലക്ട് ചെയ്തു. അതിനുശേഷം തൊട്ടടുത്ത് ഡിസ്ട്രിക്റ്റ് ഉണ്ട്. നമ്മുടെ NSS യൂണിറ്റ് നിൽക്കുന്ന ജില്ല സെലക്ട് ചെയ്യുക. ജില്ല സെലക്ട് ചെയ്തു. അതിനുശേഷം തൊട്ടടുത്ത് NSS പ്രോഗ്രാം ഓഫീസ് കോളേജ് ഉണ്ട്. അവിടെ നമ്മുടെ കോളേജിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ആ ലിസ്റ്റിൽ നിന്ന് കോളേജ് സെലക്ട് ചെയ്തെടുക്കുക. താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യൽ അഡ്രസ്സാണ്. പേര് അതുപോലെ തന്നെ ജെൻഡർ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. തൊട്ട് താഴെ അഡ്രസ് ലൈൻ 1 അതേപോലെ തന്നെ അഡ്രസ് ലൈൻ 2 എന്നിവ ടൈപ്പ് ചെയ്ത് നൽകുക. താഴെ സ്റ്റേറ്റും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റും പിൻകോഡൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊടുക്കേണ്ടത് മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ നൽകിക്കഴിഞ്ഞാൽ താഴെ പ്രിവ്യൂ ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്ത വിവരങ്ങളെല്ലാം അവിടെ കാണാം. ഓർഗനൈസേഷണൽ സ്ട്രക്ചറും അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത പേഴ്സണൽ വിവരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഓക്കെ ആണെങ്കിൽ, കറക്ഷൻ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഐ എഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ടിക്ക് ഇട്ടുകൊണ്ട് നമുക്ക് ഈ ഫോമിനെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ആപ്ലിക്കേഷന് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കൊണ്ട് ഈ ഡാറ്റ അങ്ങനെ വെരിഫൈ ചെയ്യാം. ഒരു പേജ് വന്നു, ഗോ ടു മൈ ഭാരത് ഹോം എന്ന് വന്നു. ഇവിടെ ഫോമിൽ വന്നു കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്ത ആപ്ലിക്കേഷൻ കാണാം. അവിടെ സ്റ്റാറ്റസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ പെൻഡിങ് ആണ്.
ഇനി സ്റ്റാറ്റസ് അപ്രൂവ് ചെയ്യുന്നത് യൂത്ത് ഓഫീസറാണ്, നമ്മുടെ ജില്ലയിലെ യൂത്ത് ഓഫീസറാണ്, അതായത് നെഹ്റു യുവ കേന്ദ്രയുടെ ഓഫീസറാണ്. അപ്പോൾ ഓൾറെഡി നമുക്കറിയുന്ന ആളുകളാണെങ്കിൽ അവരോടൊന്ന് വിളിച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത വിവരം പറയുക, അവർക്കൊരു സിംഗിൾ ക്ലിക്കിൽ തന്നെ അത് അപ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളിത് അപ്രൂവൽ കിട്ടിയതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ ആ ഒരു POൻ്റെ പ്രൊഫൈൽ എടുക്കുക എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈലിൻ്റെ മെയിൽ ID, അതായത് നമ്മുടെ ലോഗിൻ മെയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. നമുക്ക് OTP വരും. നേരത്തെ കൊടുത്ത പോലെ OTP നൽകിക്കൊണ്ട് നമ്മുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നമ്മുടെ പ്രൊഫൈൽ നമുക്ക് കാണാൻ സാധിക്കും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ രജിസ്ട്രേഷന് വേണ്ടി എടുത്ത അതേ ഭാഗത്ത് നമ്മളുടെ മൈ ഭാരത് ഓർഗനൈസേഷൻ കാണാം. അതിൽ വ്യൂ മോർ സെലക്ട് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് ഇപ്പോൾ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ഡിഫോൾട്ടായിട്ട് ഒന്നിലധികം പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് NSS ആണ് ഡിഫോൾട്ട് വരണമെങ്കിൽ ഡിഫോൾട്ട് ക്ലിക്ക് ചെയ്യാം. ഇനി ആ ഓർഗനൈസേഷൻ നെയിമിൽ ആ നാഷണൽ സർവീസ് സ്കീം എന്നുള്ള NSS അതൊരു ലിങ്കാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം ഓഫീസറുടെ പ്രൊഫൈലായി നമുക്ക് നമ്മുടെ ഈ ഒരു യൂത്ത് പ്രൊഫൈൽ ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ വളണ്ടിയർമാർ അവർ രജിസ്റ്റർ ചെയ്ത യുവ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുക. ഇവിടെ യുവ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ കോളേജിലെ NSS സെലക്ട് ചെയ്ത വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അപ്രൂവലും മറ്റുമൊക്കെ കൊടുത്തുകൊണ്ട് അവരെ പ്രൊഫൈൽ ചെക്ക് ചെയ്തുകൊണ്ട് അപ്രൂവലും മറ്റുമൊക്കെ നൽകാനായിട്ട് സാധ്യമാകും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഈ പ്രോഗ്രാം ഓഫീസറുടെ അക്കൗണ്ടിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ വ്യൂ പ്രൊഫൈൽ തന്നെ നമുക്ക് പ്രോഗ്രാം ഓഫീസർ എന്ന രീതിയിൽ ഈ ഇമേജും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും ബേസിക് ഇൻഫോ അപ്ഡേറ്റ് ചെയ്യാനും എബൌട്ട് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ദെൻ നമ്മുടെ മൈ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ നമുക്ക് ഈ കോളേജിൻ്റെ പേരും കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ കാണാം. സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആണ്. ഇനി നമുക്ക് ഇവൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. അതൊക്കെ ഇവിടെ കാണാൻ സാധ്യമാകും. അപ്പോൾ പുതുതായി പ്രോഗ്രാം ഓഫീസേഴ്സായിട്ട് മൈ ഭാരത് പോർട്ടലിൽ പാർട്ട്ണറായി രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു വീഡിയോ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഇൻ അഡീഷൻ ടു എനിക്ക് പറയാനുള്ളത്, ചില പ്രോഗ്രാം ഓഫീസേഴ്സ് മുൻപ് PO ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ സമയത്ത് യൂത്ത് ആയിട്ടാണ് രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കും ഇത് ഉപയോഗിക്കാം. കാരണം അവരുടെ യൂത്ത് പ്രൊഫൈലിൽ കയറിക്കൊണ്ട് ആ മൈ ഓർഗനൈസേഷനകത്ത് ക്രിയേറ്റ് ഓർഗനൈസേഷനിൽ ഇതേപോലെ പ്രോഗ്രാം ഓഫീസറായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. താങ്ക് യു.